ഹലോ എഞ്ചിനീയേഴ്സ്, പ്രോഡക്റ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയ സോളിഡ് പറ്റി അല്ലെങ്കിൽ സർട്ടിഫൈഡ് സോളിഡ് വർക്ക്സ് അസോസിയേറ്റ് സ്കിൽസ് അച്ചീവ് ചെയ്യാൻ മലയാളത്തിൽ പഠിപ്പിക്കുന്ന എൻ്റെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ സോളിഡ് വർക്ക്സ് ഡ്രോയിങ് ഫയൽ ഓപ്പൺ ചെയ്യാമെന്നും അതിലെങ്ങനെ മെഷർമെൻറ്റ് യൂണിറ്റ് ചേഞ്ച് ചെയ്യാമെന്നുമാണ്. അതിനുശേഷം നമ്മൾ ഒരു പാർട്ടിൻ്റെ ഓർത്തോഗ്രാഫിക് വ്യൂ എങ്ങനെ ആ ഡ്രോയിങ് ഫയലിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മളൊരു പാർട്ട് അല്ലെങ്കിൽ അസംബ്ലി ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ അവെയർ ആയിരുന്നതുപോലെ തന്നെ ഇവിടെയും കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ അവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ സപ്ലയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിക്കുന്ന മെഷർമെൻറ്റ് യൂണിറ്റുകളിലാണ് നമ്മൾ ഡ്രോയിങ് മേക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഉറപ്പാക്കണം. അതായത് നമ്മൾ പാർട്സ് ക്രിയേഷനിൽ ഡോക്യുമെൻ്റ് യൂണിറ്റ് ചേഞ്ച് ചെയ്തതുപോലെ തന്നെ ഡ്രോയിങ് സെക്ഷനിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള 2D ഡ്രോയിങ്ങുകളിൽ സ്വാഭാവികമായിട്ടും ലെങ്ത്തും മെഷർമെൻറ്റുകളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇഞ്ച്, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ അങ്ങനെയുള്ള ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത ഇൻഫർമേഷൻസ് അടങ്ങിയ ഒരു ഡ്രോയിങ് ഫയലായിരിക്കും നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കുന്നത് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം മെഷർമെൻറ്റ് യൂണിറ്റ് ഡ്രോയിങ് ഫയലിലെ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഡ്രോയിങ് ഫയലിലെ മെഷർമെൻറ്റ് യൂണിറ്റിൽ വരണമെന്നില്ല. അതായത് നമ്മളിപ്പം പാർട്സ് ക്രിയേറ്റ് ചെയ്തപ്പം IPS ഇതിലിട്ടിട്ടായിരിക്കും ചെയ്തത്, അല്ലെങ്കിൽ IPS യൂണിറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്തത്. അപ്പം നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത പാർട്ടിൻ്റെ ഒരു ഡ്രോയിങ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പാർട്ട് ഈ ഡ്രോയിങ് സെക്ഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസേർട്ട് ചെയ്ത ആ ഒരു പാർട്ടിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ആ പാർട്ട് ഏത് മെഷർമെൻറ്റ് സിസ്റ്റത്തിലാണോ ക്രിയേറ്റ് ചെയ്തത് അതേ സെയിം മെഷർമെൻറ്റ് സിസ്റ്റം ഈ ഒരു ഡ്രോയിങ് സെക്ഷനിലും വരണമെന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ വളരെയധികം അവിടെ ശ്രദ്ധിക്കണം. നമുക്ക് അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലാകും നമ്മൾ ഏത് മെഷർമെൻറ്റ് മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നതെന്ന്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടെ ആ മോഡ് നമുക്ക് മാറ്റി കൊടുക്കണം. നമുക്ക് വേണ്ട അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ആ ഒരു മോഡിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാർട്സ് ക്രിയേറ്റ് ചെയ്തത് ഇപ്പം മില്ലിമീറ്ററിലാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഡ്രോയിങ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യുമ്പം സോളിഡ് വർക്ക്സ് ഓട്ടോമാറ്റിക്കലി തന്നെ ഇത് മില്ലിമീറ്ററിലേക്ക് അസൈൻ ചെയ്യും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യും എന്നൊരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മൾ വളരെയധികം ചെക്ക് ചെയ്തിട്ട് വേണം അടുത്ത ലെവലുകളിലേക്ക് പോകേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ വിഷയം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം നോട്ട് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റ് യൂണിറ്റ്സിലേക്ക് നോക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളത് വീണ്ടും ആദ്യം മുതൽ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ആ മെഷർമെൻറ്റ് യൂണിറ്റ്സ് ആക്കിയതിന് ശേഷം വീണ്ടും ആദ്യം മുതൽ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ഒരു ചെക്ക് മാർക്ക് അല്ലെങ്കിൽ ഒരു ചെക്ക് പോയിൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് യൂണിറ്റിലാണോ കാര്യങ്ങൾ കിടക്കുന്നത് എന്ന് നോക്കി ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത ലെവലുകളിലേക്ക് മൂവ് ചെയ്യുക. അപ്പം നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ സോളിഡ് വർക്ക്സ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഒരു പാർട്ട് ഇത് ചെയ്യുകയാണ്, ഒരു പാർട്ട് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാർട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ പാർട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, പാർട്ട് വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ പാർട്ടിൽ നിന്നും നമ്മളൊരു ഡ്രോയിങ് ഫയൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഡ്രോയിങ് ഫയൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന 2 മെത്തേഡുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിലൊരു മെത്തേഡായിട്ടുള്ള പാർട്ടിൽ നിന്ന് ഡ്രോയിങ് ഫയൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു മെത്തേഡ് വഴി നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ്സിലാണ് കിടക്കുന്നത്. നമ്മൾ ഡ്രോയിങ് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ന്യൂവിൽ വരുന്നു, ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് മേക്ക് ഡ്രോയിങ് ഫ്രം പാർട്ട് ഓർ അസംബ്ലി എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും പേപ്പർ സൈസ് സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് A4 കൊടുക്കുന്നു.
A4 തന്നെ പോർട്രേറ്റോ ലാൻഡ്സ്കേപ്പോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് A4 തന്നെ സെലക്ട് ചെയ്തു ഓക്കെ കൊടുക്കുന്നു. ഇവിടെ പോർട്രേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സിലാണ് കിടക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സിലാണ് കിടക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളൊരു പാർട്ട് ഡ്രോയിങ് ഫയൽസിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് അതിനകത്ത് ഡയമെൻഷൻസ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യാം. അതായത് നമ്മളുടെ പാർട്ട് മില്ലിമീറ്ററിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് നമ്മുടെ പാർട്ടിൻ്റെ ഡയമെൻഷൻസ് ഏത് യൂണിറ്റ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് സെയിം മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ്സിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ല ഇഞ്ച് പൗണ്ട് സെക്കൻഡ്സിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അതുമല്ല MKS മീറ്റർ കിലോഗ്രാം സെക്കൻഡ്സിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പാർട്ടിൻ്റെ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡയമെൻഷൻസ് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു യൂണിറ്റിലായിരിക്കും വരുന്നത്. നമുക്കിപ്പം സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സിൽ തന്നെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ നമ്മുടെ പാർട്ടിൻ്റെ കുറേ വ്യൂസ് വരും. അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലുള്ള ഇതിൽ ഈ ഒരു ഐക്കൺ വ്യൂ പെല്ലറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ വരും. ഈ വിൻഡോയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ട്, ഏതെങ്കിലും ഒരു വ്യൂ സെലക്ട് ചെയ്യണം. അതായത് ആ സെലക്ട് ചെയ്യുന്ന വ്യൂ എന്ന് പറയുന്നത് ബേസ് വ്യൂ ആയിരിക്കും. ആ ബേസ് വ്യൂവിന് ചുറ്റുമായിരിക്കും മറ്റുള്ള വ്യൂസ് അറേഞ്ച് ആകുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു, നമ്മൾ അസംബ്ലിയിൽ പാർട്സ് ഇൻസേർട്ട് ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ബേസ് പാർട്ടാണ്. അത് ഫിക്സ്ഡ് ആണ്. അതിന് ചുറ്റുമാണ് മറ്റ് പാർട്ടുകൾ അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ബേസ് പാർട്ടിലേക്ക് ലിങ്ക് ചെയ്ത് അസംബിൾ ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വ്യൂ സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്യുന്ന വ്യൂ ബേസ് വ്യൂ ആയിരിക്കും. അപ്പം ഞാനിപ്പം ലെഫ്റ്റ് എന്നുള്ള വ്യൂ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുവരിക. ഇവിടേക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് റിലീസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് ബേസ് വ്യൂ. ഓക്കെ, ഈ ബേസ് വ്യൂവിൽ നിന്ന് ജസ്റ്റ് മേളോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ടോപ്പ് വ്യൂ കിട്ടും. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് വ്യൂ കിട്ടും. ഇതിൻ്റെ കോർണറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസോമെട്രിക് വ്യൂ കിട്ടും. ഓക്കെ, വ്യക്തമായല്ലോ. ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പം നമുക്ക് വേണ്ട വ്യൂസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിലൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതാണ് ബേസ് വ്യൂ. ഓക്കെ, ഈ മൗസ് നമ്മൾ ഇതിനകത്തോട് ഇങ്ങനെ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും പല പല സിമ്പിളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ മൂവ്മെൻറ്റിൻ്റെ സിമ്പിൾ വരുമ്പോഴത്തേക്കും നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേസ് വ്യൂ മൂവ് ആകുന്നതിനനുസരിച്ചിട്ട് മറ്റ് വ്യൂസും മൂവ് ആകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ബേസ് വ്യൂ എന്ന് പറയുന്നത്. ഈ ബേസ് വ്യൂവിന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെയും പൊസിഷൻ മാറും. കാരണം ഈ ബേസ് വ്യൂ ഈ രണ്ട് വ്യൂസുമായിട്ടും ഓൾറെഡി ലിങ്ക്ഡ് ആണ്. ഈ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത് സ്റ്റാൻഡ് അലോൺ വ്യൂ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഈ മൂന്ന് വ്യൂസുമായിട്ടും ഇത് ലിങ്ക്ഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. സ്റ്റാൻഡ് അലോൺ വ്യൂവിനെ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂവിനെ നമ്മൾ എങ്ങനെ മാറ്റിയാലും അത് മറ്റ് വ്യൂസിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ബേസ് വ്യൂ നിങ്ങൾക്ക് മനസ്സിലായി, ഐസോമെട്രിക് വ്യൂവിൻ്റെ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ഡ്രോയിങ് ഫയൽസിൽ പാർട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ഒരുവിധം ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ പാർട്ടിൻ്റെ ഷേപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പിയറൻസ് വ്യൂ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിസ്പ്ലേ സ്റ്റൈൽ എന്നും പറഞ്ഞിട്ട് കുറച്ച് ടാബുകൾ വരും. അപ്പോൾ ആ ടാബുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ? എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ഇതിൽ നമുക്ക് ആ ഒരു വ്യൂ കിട്ടും. ഇനി ഇതെല്ലാം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മറ്റൊരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടേണ്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ വ്യൂ പെല്ലറ്റ് എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മറ്റേതെങ്കിലും സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ, എക്സാമ്പിൾ ഇപ്പോൾ ടോപ്പ് വ്യൂ ആയിക്കോട്ടെ, ടോപ്പ് വ്യൂവിനെ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ബേസ് വ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സറൗണ്ടിങ്ങിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ മറ്റ് വ്യൂസിനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ബേസ് വ്യൂവിന് ചുറ്റുമായിരിക്കും ഓരോ വ്യൂസും വരുന്നത്. നിങ്ങളിങ്ങനെ മൗസ് ഹോവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും ഇത് കണ്ടു പഠിച്ചതിന് ശേഷം നിങ്ങളിത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സോളിഡ് വർക്ക്സ് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ഡ്രോയിങ്സ്, അതായത് പാർട്ടിൻ്റെ ഡ്രോയിങ്സുകൾ ഇൻസേർട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റ് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിപ്പോൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ, ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ വന്നിട്ട് മാറ്റി കൊടുത്താൽ മതിയാവുന്നതാണ്. ഇപ്പം മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ്സിലെങ്കിൽ അതങ്ങനെ കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പം ഇന്ന് ഇത്രേ പഠിപ്പിക്കുന്നുള്ളൂ. കൂടുതൽ ഇൻഫർമേഷൻസ് അടുത്ത ക്ലാസ്സുകളിൽ തീർച്ചയായും പറഞ്ഞു തരുന്നതാണ്. അപ്പം ഇത്രയും പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ടുഗദർ വി ക്യാൻ ഗ്രോ, ടുഗദർ വി ക്യാൻ ക്രിയേറ്റ് എ സ്കിൽഡ് ആൻഡ് നോളജബിൾ കമ്മ്യൂണിറ്റി ഇൻ എഞ്ചിനീയറിംഗ് ഡൊമൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.